കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് മാലിന്യ സംസ്കരണം എന്നുള്ളത്. ഗവൺമെന്റിന് പോലും അറിയില്ല ഈ കളക്ട് ചെയ്ത വേസ്റ്റ് എവിടെ, എങ്ങനെ സംസ്കരിക്കണമെന്നുള്ളത്. പലപ്പോഴും നമ്മൾ റോഡ് സൈഡിലൊക്കെ വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന കാഴ്ച കാണാറുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മൾ പൈസ കൊടുത്ത് ഇവര് മേടിക്കുന്ന വേസ്റ്റുകൾ ഇവർ കൊണ്ടിടുന്നത് റോഡ് സൈഡിലാണെങ്കിൽ നമുക്കും ഇതുപോലെ ചാക്കുകളിലാക്കിയിട്ട് വേസ്റ്റ് റോഡ് സൈഡിൽ കൊണ്ടിട്ടാൽ പോരെ? എന്തിനാണ് 2-3 മാസം കൂടുന്തോറും 40 രൂപ അങ്ങോട്ട് കൊടുത്ത് ഈ വേസ്റ്റുകൾ ഇങ്ങനെ റോഡ് സൈഡിൽ കൊണ്ട് ഇവർ നിക്ഷേപിക്കുന്നത്? സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന കേരളം മറ്റ് പല കാര്യങ്ങളിലും ഇന്ന് പുറകിലോട്ടാണ്. തീർച്ചയായും നമ്മുടെ സംസ്ഥാനം മറ്റ് സംസ്ഥാനങ്ങളെ കണ്ടുപഠിക്കണം. അവിടെയൊക്കെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത്. ഞാൻ ഹൈദരാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവിടെയെല്ലാം അതിരാവിലെ ഒരു നിശ്ചിത സമയത്ത് വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരാറുണ്ട്. അവർക്കാർക്കും നമ്മുടെ നാട്ടിലെ ഹരിതകർമ്മ സേനാംഗങ്ങളെ പോലെയുള്ള അഹങ്കാരമോ ധാർഷ്ട്യമോ ഒന്നുമില്ല. ഞാനിങ്ങനെ പറയാൻ കാരണം നമ്മുടെ നാട്ടിലെ ഒരു വ്ളോഗർക്കുണ്ടായ ഒരു അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. 30 വർഷം ഇരിങ്ങാലക്കുടയിൽ സ്ഥിര താമസക്കാരായിട്ടുള്ള ഒരു വ്ളോഗറാണ് വസു എന്ന് പറയുന്ന പെൺകുട്ടി. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ വേസ്റ്റ് എടുക്കാൻ വന്നപ്പോൾ അവരിൽ നിന്നുണ്ടായിട്ടുള്ള ദാരുണമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇന്ന് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. 30 വർഷമായിട്ട് ഇവരുടെ വീട്ടിൽ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് വന്നുകൊണ്ടിരുന്നത് കുടുംബശ്രീ അംഗങ്ങളാണ്. പക്ഷെ കുടുംബശ്രീ അംഗങ്ങൾക്ക് എന്തോ ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് ഇവർ വന്നില്ല. അതേ തുടർന്ന് ഈ പെൺകുട്ടി വാർഡ് മെമ്പറെ ബന്ധപ്പെടുകയുണ്ടായി. അപ്പോൾ വാർഡ് മെമ്പർ പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങളെ വിളിക്കാനായിട്ട്. അങ്ങനെ അവരെ വിളിച്ചപ്പോൾ 3-4 മാസമായിട്ട് ഇരിക്കുന്ന വേസ്റ്റുകളാണ്. അപ്പോൾ പേപ്പറൊക്കെ മഴ കൊണ്ട് നനഞ്ഞിട്ട് പുഴു വരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഈ വേസ്റ്റ് എടുക്കാൻ പറ്റില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ശരി, അപ്പോൾ ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെയിലത്തൊക്കെ ഇട്ട് ഉണക്കി വീണ്ടും കെട്ടി ചാക്കുകളിലാക്കി വെച്ചു. എന്നിട്ട് വീണ്ടും ഇവരെ വിളിച്ചു. അപ്പോൾ ഇവർ വന്ന് പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ വൃത്തിയാക്കിയിട്ടൊന്നുമില്ല, ഇത് പഴയ ചാക്ക് കെട്ടുകൾ തന്നെയാണെന്നും പറഞ്ഞിട്ട് ഇവർ കൊണ്ടുപോകാൻ തയ്യാറായില്ല. അപ്പോൾ ഇതേ തുടർന്ന് ഈ പെൺകുട്ടിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ വരെ പരാതിപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് ഇവർ ഈ കളക്ട് ചെയ്യുന്ന വേസ്റ്റുകൾ കൊണ്ട് റോഡ് സൈഡിൽ നിക്ഷേപിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കാര്യം വരുന്നത്. അപ്പോൾ ഇവർക്ക് കൊണ്ട് റോഡ് സൈഡിലൊക്കെ മഴയും വെയിലും കൊണ്ട് ഈ വേസ്റ്റുകൾ ദിവസങ്ങളോളം വെക്കാം. പക്ഷെ നനഞ്ഞ വേസ്റ്റ് നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ വീടുകളിൽ നിന്നും കളക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പം എന്തൊരു വിരോധാഭാസമാണ് ഇവരുടെ പ്രവൃത്തിയും വർത്തമാനവും തമ്മിൽ. ഇനി ഈ വേസ്റ്റുകളൊക്കെ ഇവരെന്ത് ചെയ്യുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. പ്ലാസ്റ്റിക് കുപ്പികളും മറ്റും തമിഴ്നാട്ടിലേക്ക് കയറ്റി അയക്കും, അല്ലെങ്കിൽ തമിഴ്നാട്ടിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുഞ്ഞു കുഞ്ഞു പേപ്പറുകളും പ്ലാസ്റ്റിക്കുകളും ഒക്കെ ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയെ ഏൽപ്പിക്കും. അവർ എന്നിട്ട് ഈ വേസ്റ്റുകളൊക്കെ കത്തിക്കും. അപ്പോൾ ഞാൻ ചോദിക്കാൻ വരുന്ന വിഷയം എന്ന് പറയുന്നത്, ഗവൺമെൻറ് ഓതറൈസ്ഡ് ആയിട്ടുള്ള കമ്പനി കത്തിക്കുമ്പോൾ വിഷപ്പുകയൊന്നും വരില്ല അല്ലേ? ഇതേ സമയം നമ്മുടെ വീടുകളിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ്, ഒരു പ്ലാസ്റ്റിക് കഷ്ണം അറിയാതെ എങ്ങാനും കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴേക്കും വരും ഫൈൻ 10,000 20,000 ഒക്കെ. അപ്പോൾ ഗവൺമെൻറ് കത്തിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സാധാരണക്കാരന് നമ്മുടെ നാട്ടിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. എന്തൊരു അനീതിയാണ് നമ്മുടെ ഗവൺമെൻറ് പോലും നമ്മളോട് കാണിക്കുന്നത്. മറ്റ് രാജ്യങ്ങളിലൊന്നും ഇങ്ങനെയല്ല. ഇപ്പം ഞാൻ ശ്രീലങ്കയിൽ കുറച്ച് കാലം താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് എല്ലാ ദിവസവും രാവിലെ വേസ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ആൾക്കാർ വരും. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റും അതുപോലെ തന്നെ പേപ്പർ വേസ്റ്റും സെപ്പറേറ്റ് ആയിട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആ രാജ്യമൊക്കെ എത്ര വൃത്തിയാണെന്നറിയാമോ? അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളും, ഇപ്പോൾ ഞാനുള്ളത് ബഹ്റൈനിലാണ്. ഇത് മറ്റൊരു രാജ്യമായിട്ട് പോലും നമുക്ക് നമ്മുടെ വേസ്റ്റ് കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ നിന്നൊന്നും ഇവർ പൈസ മേടിക്കുന്നില്ല. അപ്പോഴാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ 30-40 രൂപ അങ്ങോട്ട് കൊടുക്കുകയാണ് നമ്മൾ 2-3 മാസം കൂടുന്തോറും. അപ്പോൾ മേടിച്ചോട്ടെ, പൈസ മേടിച്ചോട്ടെ, കുഴപ്പമില്ല. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഹരിതകർമ്മ സേനാംഗങ്ങൾക്ക് കൊടുക്കാനായിട്ട് പൈസ ഇല്ല എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. എന്നിട്ട് പോലും ഇവർക്ക് എന്തൊരു ധാർഷ്ട്യമാണ്. ഇവർ ഈ വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നില്ല, അവരുടെ തൊഴിൽ മര്യാദയ്ക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഇവർക്ക് ഒത്താശ ചെയ്യുന്ന ഗവൺമെൻറ്റും പാർട്ടികളുമാണുള്ളത്. ഒരു സാധാരണക്കാരന് അവിടെയും നീതി കിട്ടുന്നില്ല.
അപ്പം എന്തൊരു അവസ്ഥയാണ് ഒരു മനുഷ്യൻ്റെ. നിങ്ങൾക്കും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ ഒരു വിഷയത്തിൽ തീർച്ചയായിട്ടും റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ പ്രതികരിക്കണം. ഇതൊക്കെയാണ് സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെന്ന് പറയുന്നത്. തീർച്ചയായിട്ടും മാലിന്യ സംസ്കരണത്തിന് കൃത്യമായിട്ടുള്ള ഒരു മാർഗം ഗവൺമെൻറ് കണ്ടെത്തട്ടെ. നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽ പെടട്ടെ. നമുക്കൊക്കെ പ്രതികരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ആണ്. കാരണം പോലീസ് സ്റ്റേഷനിൽ വരെ പോയിട്ടും ഈ പെൺകുട്ടിക്ക് നീതി കിട്ടിയില്ല. ഇത് ഇന്ന് ആ പെൺകുട്ടിക്ക് വന്നതെന്നുണ്ടെങ്കിൽ നാളെ ഒരു പക്ഷെ നമുക്കായിരിക്കാം. കാരണം നമ്മളൊക്കെ വീടുകളിൽ സ്ത്രീകളുള്ളവരും കുട്ടികളുള്ളവരും ഒക്കെ സാനിറ്ററി പാഡും അതുപോലെ തന്നെ ഡയപ്പറും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. നമ്മൾ എവിടെ കൊണ്ടാണ് ഈ ഡയപ്പറൊക്കെ നിക്ഷേപിക്കേണ്ടത്? ഡയപ്പറൊന്നും ഇവർ കൊണ്ടുപോവില്ല. അതുപോലെ തന്നെ ചില പ്ലാസ്റ്റിക്കുകളുണ്ട്, ഈ മുഴുവനും കത്തി തീരാത്ത ചില പ്ലാസ്റ്റിക്കുകളൊക്കെ ഉണ്ട്, അതൊന്നും ഇവർ കൊണ്ടുപോവില്ല. ആ പ്ലാസ്റ്റിക്കുകളൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു തവണ ഇവർ കൊണ്ടുപോകാത്ത വേസ്റ്റുകൾ ബാക്കിയായിട്ട് ഇട്ട കുറച്ച് വേസ്റ്റുകൾ എന്ത് ചെയ്യണമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആ ചേച്ചി എന്നോട് പറഞ്ഞു അവർ കൊണ്ടുപോകാത്തത് എടുത്ത് കത്തിച്ചോളാൻ പറഞ്ഞു. ഇത് കത്തിച്ച് കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താവും അവസ്ഥ? ഞാൻ 10,000-20,000 രൂപ ഫൈൻ കൊടുക്കേണ്ടി വരും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാനും ഒരു തൃശ്ശൂരിലുള്ള ഇരിഞ്ഞാലക്കുടക്കാരി തന്നെയാണ്. ഈ പെൺകുട്ടിയും ഇരിഞ്ഞാലക്കുടയുള്ളത് തന്നെയാണ്. അപ്പം ഞങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ വളരെ മാന്യമായി പെരുമാറുന്ന ചേച്ചിമാരാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവരൊരു മുനിസിപ്പാലിറ്റി ഏരിയയിലുള്ളത് ആണെന്ന് തോന്നുന്നു ഇവർക്ക് ഇത്തരത്തിലുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുള്ളത്. ഇപ്പം എല്ലാവരും ഒരുപോലെ ആവണമെന്നില്ലല്ലോ. അപ്പം ഞങ്ങളുടെ അവിടേക്ക് വരുന്ന ചേച്ചിമാരെയൊക്കെ നല്ല പെരുമാറ്റമാണ്. അപ്പോൾ വീഡിയോ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക കേട്ടോ. താങ്ക്